ഇവിടെ കാശിയിൽ രാത്രികളിൽ ഈ ശ്മശാനത്തിൽ നിന്ന് ഇങ്ങനെ കൂട്ടമായിട്ട് ഗംഗയുടെ പുറത്തുകൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന കണ്ടിട്ടുണ്ട് സ്വാമി ഞാൻ. തൃക്കേട്ട നക്ഷത്രം, മാനസിക സംഘർഷം, ദുഃഖം. നമസ്കാരം. ഞാൻ ഇന്നലെ വടിയെക്കുറിച്ച്, ഒരാളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു വടി കൊണ്ടുവന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇത്തരം ഉപകരണങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടിയതിനെക്കുറിച്ചും വീട്ടിൽ വെച്ചതിനെക്കുറിച്ചും ഉള്ള ഒരുപാട് ഫോൺ സന്ദേശങ്ങൾ കിട്ടി. ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. അതിലെനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നിയ ഒരു കാര്യം, ഒരാൾ ഭൂമിയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെമ്പിൽ തട്ടുന്ന പോലെ തോന്നി. അപ്പോൾ പുള്ളി ആദ്യം ഒന്ന് അമ്പരന്നു, അല്ല ഇരുമ്പിലൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഒരു കുടമാണ്, കാലങ്ങൾ പഴക്കമുള്ളൊരു കുടം. അപ്പോൾ അതിനകത്ത് നിധിയാവും എന്ന് വിചാരിച്ചാണ് അത് എടുത്തത്. കൈയിട്ട് നോക്കിയപ്പോൾ ആരുടെയോ അസ്ഥികൂടം കുഴിച്ചിട്ടതാണ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് കൈകൊണ്ട് എടുത്തപ്പോഴാണ് അത് ആരുടെ അസ്ഥി കുഴിച്ചിട്ടതാണ്, പണ്ട് കാലത്തെങ്ങാണ്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അസ്ഥി കുഴിച്ചിട്ടതാണ്. അപ്പോൾ പുള്ളി കൈകൊണ്ട് എടുത്തു, വെള്ളത്തിലങ്ങ് ഒഴുക്കി കളയാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, എനിക്കിപ്പോൾ ഭയമാണ് സ്വാമി. ഞാൻ ചോദിച്ചു, എന്തിനാണ്? അത് ഈ ഇങ്ങനെ അസ്ഥികളൊക്കെ കുഴിച്ചിട്ടത് നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ ഇത് ആരുടെയാണ് ഏതാണെന്നൊന്നും അറിയാൻ വയ്യല്ലോ, ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുള്ളൂ, രാമേശ്വരത്ത് പോയിട്ട് ഒന്ന് 22 തീർത്ഥങ്ങളിലൊന്ന് കുളിച്ചേക്കുക, ബലികർമ്മങ്ങളൊക്കെ ചെയ്തേക്കുക, ആരുടേതാണെന്നൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും ഇദ്ദേഹം ആ വീട് മേടിച്ച് അവിടെ താമസിക്കുന്ന ആളാണ്, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ഇത്തരം കാര്യങ്ങളൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഭയന്നേ പറ്റുകയുള്ളൂ. കാരണം ഇത് നമ്മുടെ മനസ്സാണ് ഇതിനകത്തുള്ളൊരു വിഷയം. വിശ്വാസമില്ലാത്തവരും മരണാനന്തര ജീവിതമുണ്ടോ എന്ന് ചോദിക്കുന്നവരും, അതിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും അല്ലേ. ഞാനതിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം കർമ്മങ്ങൾക്കനുസരിച്ച് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ടെന്ന്, മരണത്തിന് ശേഷമുള്ള ഭൂമിയിൽ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന ദോഷകാര്യങ്ങൾ, ഉണ്ടാകുന്ന കർമ്മം എന്താണോ ആ കർമ്മം അനുസരിച്ച് പിന്നെ നമുക്ക് ആ ലോകത്ത് വൈതരണി നദിയുമായിട്ടുള്ള ബന്ധവും ഗരുഡപുരാണത്തിൽ വളരെ വിശദമായിട്ട് ഓരോ കർമ്മങ്ങൾ പറ്റിക്കുന്നവരും ചതിക്കുന്നവനും വഞ്ചിക്കുന്നവരും അങ്ങനെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവനും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവനും പണം പലിശയ്ക്ക് കൊടുക്കുന്നവനൊക്കെ ഓരോരോ ശിക്ഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഗരുഡൻ മഹാവിഷ്ണുവോട് ചോദിക്കുന്നതും വിഷ്ണു ഭഗവാൻ കൊടുക്കുന്ന മറുപടിയാണ് ഗരുഡപുരാണത്തിനകത്തുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഞാനത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് മരണാനന്തര ജീവിതമുണ്ടെന്നും അവൻ്റെ കർമ്മങ്ങൾ അനുസരിച്ച് അവൻ ആ ശിക്ഷ അനുഭവിച്ച് ശുദ്ധിയായി ആണ് അവൻ പിന്നൊരു ജന്മം എടുക്കുന്നതെന്നും അവൻ മനുഷ്യജന്മം തന്നെ ലഭിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല എന്നും അവൻ എങ്ങനെയാണ് ജനിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് നമ്മുടെ ഗരുഡപുരാണം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് മനസ്സിലാകും. അത് ഹൈന്ദവതയിൽ മാത്രമാണ് ഇത്തരമുള്ള കാര്യങ്ങളുണ്ടോ നമ്മൾ വിചാരിച്ചാൽ പോലും ഞാനത് അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. വാരണാസിയിൽ വെച്ച് കാശിയിൽ നിന്നൊരു സ്ത്രീ എന്നെ കാണാനായിട്ട് വന്നു. വാരണാസിയിൽ നിന്ന് ഒരു സന്യാസിനി സ്ത്രീയാണ്. അപ്പോൾ ഇവിടെ മുൾപ്പാലത്തടി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിലാണ് വന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് അയോധ്യയിൽ നിന്നൊരു പെൺകുട്ടിയും അവിടെ അധ്യാപിക ഒരു സ്ത്രീയും അവരുടെ മകളുമായിട്ട് വന്നു. അവരവിടുത്തെ ഒരു അധ്യാപികയാണ്. അവർക്ക് താമസിക്കാൻ പറ്റിയൊരു വീടിനെക്കുറിച്ച് വിളിച്ചിട്ട് അവർ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊള്ളില്ല, നിങ്ങൾ മറ്റൊരു വീട് നോക്കിയിട്ട് എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്ത്രീ പറഞ്ഞതൊരു കാര്യം, ഇവർ കാശിയിൽ സന്യാസിനിയായി അവിടെ കുറച്ച് ജഡയൊക്കെ ഉണ്ട് ഇവർക്ക്. ഇവർ 100% ഈ കാശിയുമായിട്ട് ബന്ധപ്പെട്ട ലോകത്ത് ജീവിക്കുന്നതാണ്. പിന്നെ ഒരു ദുരൂഹതയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച 2-3 ചോദ്യങ്ങൾ. സ്വാമി കാശിയിൽ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞാൽ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ശവങ്ങൾക്കിടയിൽ ശവം കത്തിക്കുന്ന ശ്മശാനത്തിൽ നിന്ന് ജപിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊരു സന്യാസി സുഹൃത്ത് എന്നെ വിളിക്കാറുണ്ട്, ഇനി വരുമ്പോൾ അവിടെ കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ വന്ന് കണ്ടു പോയതിന് ശേഷം മാത്രമാണ് അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞു. ഞാൻ വന്ന് പോയതിന് ശേഷമാണ് അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം, ഈ മരണാനന്തര പ്രേതങ്ങളെക്കുറിച്ച് സ്വാമി ധാരാളം സംസാരിക്കുമല്ലോ. ഞാൻ പറയും, സ്വാമി പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. പ്രേതങ്ങൾ ഒരിക്കലും സംസാരിക്കില്ല, കാരണം അവർക്ക് ധൂമപടലം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയും. പക്ഷേ അങ്ങനെ ഒരു സാന്നിധ്യ ശക്തി ഉണ്ടെന്നുള്ളത് 100%. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ കാശിയിൽ രാത്രികളിൽ ഈ ശ്മശാനത്തിൽ നിന്ന് ഇങ്ങനെ കൂട്ടമായിട്ട് ഗംഗയുടെ പുറത്തുകൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന കണ്ടിട്ടുണ്ട് സ്വാമി ഞാൻ.
അപ്പം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതെ, ഒരു ധൂമപടലം പോലെ കുറേ പേര് ഈ മരണം ഓരോ ദിവസവും, അത് ചില അമാവാസി ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഒരുപാട് ശവങ്ങൾ കത്തിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടമായൊരു ധൂമപടലങ്ങൾ ഇങ്ങനെ മനുഷ്യൻ്റെ രൂപത്തിലുള്ള ധൂമപടലങ്ങൾ ഗംഗയുടെ കുറുകെ കൂടെ ഇങ്ങനെയൊക്കെ നടന്ന് ആ പുറത്തുകൂടെ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അവരുടെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാശിയെക്കുറിച്ചിട്ടുള്ള വാരണാസിയെക്കുറിച്ചിട്ടുള്ള ഫലങ്ങൾ പറയുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, ഒരു പുസ്തകം എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. പറഞ്ഞു അവരെൻ്റെ മുഖത്ത് കുറേ നേരം നോക്കി. ഞാൻ സ്വാമിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാം. സ്വാമി അത് വിശ്വസിക്കുന്നുണ്ടോ? മനുഷ്യൻ്റെ ഇവിടെ മനുഷ്യൻ പണമുണ്ടാക്കുന്നു. അവൻ ഏത് മാർഗത്തിലൂടെയും ഏത് നീചമായ മാർഗത്തിലൂടെയും പണമുണ്ടാക്കുന്നു. ഒരു പോലീസ് വേഷമിട്ട് കഴിഞ്ഞ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ എത്രയോ പേരെ പീഡിപ്പിക്കുന്നു, അവൻ മോശമായിട്ട് സംസാരിപ്പിക്കുന്നു, അവൻ്റെ അധികാരം ഉപയോഗിച്ച് എത്രയോ പേരെ നശിപ്പിക്കുന്നു, രാഷ്ട്രീയമായിട്ടും അല്ലാതെയൊക്കെ എത്രയോ പേരെ ദ്രോഹിക്കുന്നു. അവരുടെയൊക്കെ അവസാന കാലം ഞാൻ അവിടെ കാണുന്നുണ്ട് സ്വാമി. ഇവിടെ കേരളത്തിൽ നിന്നുള്ളതല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രൂരമായിട്ട് ആൾക്കാരോട് അടിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പോലീസ് ഓഫീസർമാർ അവസാന കാലം കാശിയിൽ വന്നിട്ട് ബലികർമ്മങ്ങൾ ചെയ്തിട്ട് മര്യാദ തലയടിച്ച് കരയണത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വലിയ വലിയ ഉദ്യോഗസ്ഥരാണ്. കാരണം പോലീസിലെ ആ ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നക്ഷത്രങ്ങളും സ്റ്റാറും തൊപ്പിയും പവറും ഉള്ളപ്പോൾ അവർ പാവങ്ങളോട് കാണിച്ച ക്രൂരത കാരണം അവരുടെ കുടുംബത്തിൽ വന്നിട്ടുള്ള വലിയ വലിയ യാതനകൾ, മക്കളിൽ നിന്നും കൊച്ചുമക്കളിൽ നിന്നും ഒറ്റപ്പെട്ടു പോവുകയും ഭാര്യ പോലും മതിക്കാതിരിക്കുകയും എന്നാൽ ഞാൻ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ലോകത്തുകൂടെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ആ ഉയരത്തിൽ നിന്ന് അവരുടെ ഒരു പതനമുണ്ട്. ഇതങ്ങോട്ട് ഊരി ഈ തൊപ്പിയും ഈ നക്ഷത്രങ്ങളും ഇതെല്ലാം ഊരി വയ്ക്കുമ്പം അവർ നിലം പതിക്കുന്ന ഒരു കാഴ്ചയുണ്ട് സ്വാമി. എത്രയോ വലിയ റാങ്കുകളിലിരുന്ന ആൾക്കാർ വന്നിട്ട് ഗംഗയുടെ തീരത്ത് വന്ന്, ചിലരെ എല്ലാവരും നഷ്ടപ്പെട്ട് ഭാര്യയൊക്കെ മരിച്ച് മക്കൾ തിരിഞ്ഞു നോക്കാതെ പലരും ഗംഗയിൽ ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. അതെനിക്ക് അതിശയോക്തിയായിട്ട് തോന്നിയില്ല. കാരണം അവർ കള്ളം പറയുന്ന ഒരു സ്ത്രീയല്ല. എന്നാൽ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ ജീവിച്ച് ജീവിതം മതിയായി, പണം മതിയായി, കൈക്കൂലിയും അഴിമതിയൊക്കെ കൊണ്ട് നടത്തി ഇഷ്ടം പോലെ പണമുണ്ടാക്കി മക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ കൊടുത്ത് ബന്ധുക്കൾക്ക് കൊടുത്ത് ഭൗതിക ജീവിതങ്ങളിൽ ഭ്രമിച്ച് ജീവിച്ച് ഒരുപാട് പേർക്ക് ജീവിതം മതിയായി പോയിട്ടുണ്ട്. ജീവിതം മതിയായ അവസാനം ഗംഗയുടെ കരയിൽ വന്ന് അല്ലേ, പഞ്ചപാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് എല്ലാവർക്കും രാജ്യവും വേണ്ട, രാജാധികാരവും വേണ്ട, ഭരണവും അധികാരവും ഒന്നും വേണ്ട, അവരിങ്ങനെ മരണം തേടി ഇങ്ങനെ അലഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ ഹിമാലയത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെയും ഇവരിങ്ങനെ ഓരോരുത്തരായിട്ട് വീഴുന്ന കഥ നമ്മൾ മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഞാനത് എൻ്റെ ശകുനിക്കകത്തും ദുര്യോധനിലും പിന്നെ ഉടയോൻ വാഴിയിലൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരുടെ എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധമെന്ന് ചോദിക്കുന്ന പോലെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നത്? എന്തിനാണ് ശത്രുത? നമുക്കൊരാളോട് നമ്മൾ എന്ത് നേടുന്നു, എന്ത് നമ്മൾ കൊണ്ടുപോകുന്നു? നമ്മൾ കോടതി വരാന്തികൾ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിച്ച് കുറേ കഴിയുമ്പോൾ ഇവർ തമ്മിൽ പിരിഞ്ഞിട്ട് കോടതി വരാന്തകളിൽ നിന്ന് പരസ്പരം ഇല്ലേ ഇട്ട വസ്ത്രങ്ങളെക്കുറിച്ച്, ഒരുമിച്ച് ജീവിച്ചതിനെക്കുറിച്ച്, നീ എൻ്റെ സ്വത്ത് എടുത്തതിനെക്കുറിച്ച്, എന്ത് സ്വത്ത്, ആരെങ്ങോട്ട് എന്ത് കൊണ്ടുപോകുന്നു, ഇല്ലേ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? എനിക്ക് എൻ്റെ അച്ഛൻ തന്ന സ്വത്ത് നിങ്ങൾ തിരിച്ചു തരുമോ? ഈ അടുത്ത കാലത്ത് എനിക്ക് പ്രിയപ്പെട്ട ഒരു വക്കീൽ എന്നോട് പറഞ്ഞതുപോലെ 87 വയസ്സുള്ള ഭർത്താവും 85 വയസ്സുള്ള ഭാര്യയും, രണ്ടുപേരും മക്കളൊക്കെ നല്ല സ്ഥിതിയിലായിട്ട് വിദേശത്താണ്. ആ രണ്ടുപേരും ഹൈക്കോടതിയിലാണ്. എന്തിനാണ്? അവരിലെ ഈ ഭാര്യ ഭർത്താവിനെതിരെ കേസ് പറഞ്ഞേക്കാണ്. അദ്ദേഹത്തിന് ഒരുപാട് രോഗങ്ങളും കാഴ്ചയ്ക്കും ഒക്കെ പ്രശ്നമുണ്ട്. എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് തന്ന എത്ര വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ യൗവനാവസ്ഥയിൽ എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് തന്ന സ്വത്തും സമ്പാദ്യവും സ്വർണവും നിങ്ങളെനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് എഴുന്നേറ്റ് അവിടെ നിൽക്കാൻ വയ്യ. ആരോ പറഞ്ഞു കേട്ട ഒരു കഥയാണ്, ഇല്ലേ? അദ്ദേഹം പറഞ്ഞു കേട്ട കഥയാണ്, അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ എവിടോട്ടാണ് പോകുന്നത്? എന്ത് കൊണ്ടുപോകുന്നു? മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ മാത്രം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയില്ലേ? ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു വണ്ടി വന്ന് മുട്ടിയാൽ, ഒരു പനി വന്നാൽ തീർന്നു പോകുന്ന ജീവിതത്തിനകത്ത് നമ്മൾ എന്താണ് വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്? എൻ്റേതെന്ന് പറയാൻ നമുക്ക് ഈ ശരീരം പോലും ഇല്ല എന്ന് ഞാൻ എപ്പോഴും പറയില്ലേ? ഈ ശരീരം പോലും നമ്മളിവിടെ, ശരീരം എന്താണ്? നശിച്ചു പോകുന്നത്. ഈ നശിച്ചു പോകുന്ന ശരീരം പോലും നമ്മളിവിടെ ഇട്ടിട്ടല്ലേ പോകുള്ളൂ, ഇല്ലേ? ഈ നശിച്ചു പോകുന്ന ശരീരത്തെ പോലും നമുക്ക് നമ്മുടെ കയ്യിലില്ല. അതുപോലും നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ഒന്നും കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം. എൻ്റേതെന്ന് പറയാൻ നീ കൊണ്ടു നടക്കുന്ന, നീ പൗഡർ പൂശുകയും നീ വസ്ത്രങ്ങൾ ഇട്ട് നടക്കുന്ന ഈ ശരീരം പോലും നിനക്കില്ല, നിനക്കൊന്നുമില്ല. ഈ ശ്വാസം, നിൻ്റെ അന്ത്യശ്വാസം, നിൻ്റെ അവസാനത്തെ എന്ന് പറയുന്ന അവസാനത്തെ ശ്വാസം നിന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ നീ മറ്റൊരു ലോകത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. നീ ചെയ്യുന്ന
കർമ്മങ്ങളനുസരിച്ച് ആ ധനഞ്ജയൻ എന്ന് പറയുന്ന ആ പ്രാണൻ നിന്നിൽ നിന്ന് അവസാനത്തെ പ്രാണനാണ്. അത് വിട്ടുപോയി കഴിഞ്ഞാൽ നീ പിന്നെ സഞ്ചരിക്കുന്ന മറ്റൊരു ലോകത്തിലൂടെയാണ്. അവിടെ നിനക്ക് ബന്ധുമിത്രാദികളില്ല, അച്ഛനില്ല, അമ്മയില്ല, സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല, ക്ലബില്ല, ഒന്നുമില്ല, ഇല്ലേ? ഒന്നുമില്ലാത്തൊരു ലോകത്തിലൂടെ നീ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, ഇല്ലേ? ആ സഞ്ചരിച്ച് നീ ചെയ്ത കർമ്മങ്ങളുടെ പരിണിത ഫലങ്ങളും അപ്പോൾ ഒന്നുമില്ലാതെ ഏകാന്തമായി ഭ്രാന്തി പിടിച്ചലയുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. യാത്ര എന്ന് പറയുന്നത് വലിയ യാത്രയില്ലേ? അപ്പോഴാണ് നമ്മളിവിടെ കേസ്, കോടതി, വ്യവഹാരങ്ങൾ, സ്വത്ത്, ഭൂമി, അച്ഛനുണ്ടാക്കിയത്, അപ്പൂപ്പനുണ്ടാക്കിയത്, കുടുംബസ്വത്ത്, ഞാൻ നിനക്ക് സ്ത്രീധനമായി തന്നത്, നീ എന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്, നീ എനിക്ക് വീട് വെച്ച് തന്നത്, ഇത്യാദിയായിട്ടുള്ള കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ ബന്ധങ്ങൾക്ക് പോലും മൂല്യങ്ങളില്ലാത്തൊരവസ്ഥ, ഭാര്യപത്ര ബന്ധത്തിന് പോലും ദൃഢതയില്ലാത്ത അവസ്ഥ, ഒരു നിസാര കാര്യത്തിൽ പരസ്പരം പിണങ്ങി പിന്നെ സ്വത്തിന് വേണ്ടി കോടതി വരാന്തകൾ വന്ന് നിൽക്കുക, മക്കൾക്ക് വേണ്ടി കോടതി വരാൻ നിൽക്കുക, മക്കൾ സ്വത്തുള്ളിടത്ത് മാറി നിൽക്കുക, സ്വത്തില്ലാത്ത അമ്മയെ വേണ്ട, സ്വത്തില്ലാത്ത അച്ഛനെ വേണ്ട, എവിടെയാണ് സ്വത്തിൻ്റെ ബാലൻസ്, ത്രാസിൻ്റെ ബാണം നോക്കി മക്കൾ അങ്ങോട്ട് മാറി നിൽക്കുക, സ്നേഹബന്ധങ്ങളില്ല, ആരാണ് സൃഷ്ടിച്ചത്, ആരാണ് വളർത്തിയത്, ഇതൊന്നുമില്ലാത്ത വേറൊരു സംസ്കാരം നശിച്ചു പോയ വേറൊരു അവസ്ഥയിലേക്കൂടെ ജീവിച്ച് എല്ലാവരും ജീവിച്ച് ഒന്നുമല്ലാതായി തീരുന്ന ഒരുപാട് ദുഃഖ ദുരന്തങ്ങൾ മുമ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തെല്ലാം വഴക്ക്, പരസ്പരം വഴക്ക് കൂടി ശത്രുതയുണ്ടാക്കി, പകയുണ്ടാക്കി, അവൻ്റെ നാശം കണ്ടാൽ സംതൃപ്തിയുണ്ട്, അവൻ്റെ നാശം, അവൻ്റെ കാലനെ കണ്ടിട്ട് അവൻ്റെ ശ്മശാനം, അവൻ്റെ എടുപ്പ്, അവനെ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടിട്ട് എൻ്റെ അടുത്ത് അവിടെ മൂൽപ്പാലത്തടി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ ഒരാൾ പറയാണ്, സാറേ എനിക്കൊരു ശത്രുവുണ്ട്, അവനെ എടുത്തുകൊണ്ട് പോകണത് കണ്ടിട്ടേ ഞാനിത് നിർത്തുള്ളൂ, ഞാൻ കേസ് നിർത്തത്തില്ല സാറേ, ഞാൻ വക്കീലിന് പൈസ കൊടുത്താലും സകലതും വിറ്റുപറക്കി കൊടുത്താലും അവൻ്റെ അവസാനം കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ. ആരുടെ അവസാനം കണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? ആരുടെ അവസാനം? ഈ പറയുന്ന ആളിനാണോ അവസാനം, അതോ ഇദ്ദേഹം ശത്രുവായിട്ട് വിചാരിക്കുന്ന ആളിനാണോ അവസാനം? ഇല്ല, നീ കാണാൻ പോകുന്നേ ഉള്ളൂ, നീ അനുഭവിക്കാൻ പോകുന്ന ഞാൻ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറയുന്ന പോലെ ആര് കാണുന്നു? ആരാണ് അനുഭവിക്കാൻ പോകുന്നതാണെന്ന്? എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി നിൻ്റെ അനുഭവത്തിലൂടെ കാണാൻ പറയുന്നു. ഒരാൾ ഒരു കുടുംബം, നന്നായിട്ടൊരു കുടുംബം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ 3 ആൺമക്കളാണ്. ഈ 3 ആൺമക്കളും അച്ഛനമ്മാവന് പറയുന്നതനുസരിച്ച് വിവാഹം കഴിച്ചു. അവരുടെ ഇഷ്ടത്തിനല്ല, 3 പേരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിവാഹം കഴിച്ച് ആദ്യത്തെ ആൾ വിവാഹം കഴിച്ചു, അവരെ ചേട്ടത്തിയായിട്ട് അറിയപ്പെടുന്നു. രണ്ടാമത്തെ ആൾ വിവാഹം കഴിച്ചു, അത് കൊച്ചേട്ടത്തിയായിട്ട് അറിയപ്പെടുന്നു. പിന്നെ അതിൻ്റെ ആൾ അറിയപ്പെടുന്നു, അവരെയും അതിൻ്റെ ഇളയ അനിയത്തിയായിട്ട് കണ്ടു കഴിഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മക്കൾ തമ്മിൽ സ്പർദ്ധയുണ്ടായി. ഈ ഭാര്യ അങ്ങ് മരിച്ചു. അമ്മ മരിക്കുന്നത് വരെ ഇവരൊക്കെ, അമ്മ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും, ഇവരൊക്കെ വന്ന് കഴിക്കും, അവരങ്ങനെ ഒരു കൂട്ടമായിട്ട് ജീവിച്ചു. ഈ അമ്മ അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 3 പേരും കൂടെ അടുക്കളയിലേക്ക് പാചകം ചെയ്യാനായിട്ട് കയറി. അവർക്കൊക്കെ ഇഷ്ടമുള്ള അടുക്കളയായി. അപ്പോഴെന്തായി? ആ വീട്ടിനുള്ളിൽ 3 അടുക്കളയായി, 3 അഗ്നി കത്തിക്കുന്ന അവസ്ഥയായി. അച്ഛൻ്റെ കാര്യം നോക്കാൻ ആളില്ലാതെ, അച്ഛനെ നോക്കാൻ ആളില്ലാതായി. പകരം ഭർത്താക്കന്മാരുടെയും കുട്ടികളുടെ കാര്യം നോക്കാനുള്ള അവസ്ഥയിലേക്ക് ആ വീട് മാറി. അപ്പം ഒരു വീട് പുറത്തേക്ക് നോക്കിയാൽ വലിയ വീട്, 3 മക്കൾക്കും 3 അടുക്കള, പരസ്പരം കണ്ടാൽ പറയാൻ പറ്റാത്ത തരത്തിൽ മൈൻഡ് വെച്ച് മറയ്ക്കുന്ന അവസ്ഥ, മുഖത്ത് നോക്കാത്ത അവസ്ഥ, അച്ഛൻ്റെ മാനസികമായിട്ടുള്ള ദുഃഖം. ഒരുപാട് പണം ഉണ്ടാക്കിയ മനുഷ്യനാണ്, ബിസിനസ്സൊക്കെ ചെയ്തിട്ട്. ഭാര്യ മരിച്ചതോടുകൂടി ഭാര്യയുടെ ഫോട്ടോയിലേക്ക് നോക്കി അദ്ദേഹം വിലപിക്കും. ഫോട്ടോയിൽ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ ഭഗവാനെ എന്ന് വിലപിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ഏറ്റവും ബഹുമാന്യനായ സമൂഹത്തിൽ ബഹുമാനിക്കാവുന്ന തരത്തിലുള്ള ഔദ്യോഗിക ജോലിയുള്ള മക്കൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന ആ വീട്ടിൽ അച്ഛനും അമ്മയും നന്നായിട്ട് പഠിപ്പിച്ച് 3 മക്കളെയും നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിപ്പിച്ച് അമ്മയുടെ മരണശേഷം 3 അടുക്കളയിലേക്ക് മാറി അച്ഛനെ നോക്കാൻ, അച്ഛന് ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയിലേക്ക് മാറി ആ വീട്. അദ്ദേഹം വളരെ വിഷണ്ണനായി, മരണം കാത്തിരുന്നു. അദ്ദേഹം ക്ഷേത്രങ്ങളിൽ പോലും പോകാറായി. മറ്റത് അദ്ദേഹം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ പൊയ്ക്കൊണ്ടിരുന്നാണ് കാർ വന്ന്, ഡ്രൈവർ വരാതായി, വണ്ടി എടുക്കാൻ പറ്റാതായി, അച്ഛനെ ആര് നോക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ആളില്ലാതായി. അച്ഛൻ മരിച്ചാൽ ബലികർമ്മം ചെയ്യുന്ന അവസ്ഥ പോലും ഇല്ലാതായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോട് അങ്ങനെയൊക്കെ പറഞ്ഞു. വളരെ ഹൃദയം പൊട്ടി അദ്ദേഹം ഒരു ദിവസം മരിച്ചു കിടന്നു. അതോ ദുർമരണമാണോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ആ വീടിൻ്റെ അവസാനത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും ഉണ്ടായില്ലെന്നേ ഉള്ളൂ. ആ വീട്
കുറേ കാലം അടച്ചിട്ട് ഒരു പ്രേതഭൂമിയായിട്ട് മാറി. ആ വീട്ടിൽ രാത്രിയാകുമ്പം ലൈറ്റും വെളിച്ചവും ഒക്കെ കാണുന്നുള്ള ഒരുപാട് പ്രേതകഥകളും വിധികളൊക്കെ ഉണ്ടായെങ്കിലും കുറേ കഴിഞ്ഞ് വീട് വിറ്റു. വീട് വിറ്റ് 3 പേരും വെച്ച് വീതം വെച്ച് 3 പേരുമായിട്ട് ശിഥിലമായി പോയി. പിന്നെ അവരൊരിക്കലും കാണരുത് എന്നുള്ള അവസ്ഥയിൽ അവർ പണം മേടിക്കാൻ വരുമ്പോൾ തന്നെ പറയുന്ന, അത് വാങ്ങിക്കുന്ന ആൾക്കാർ പറയുന്നത്, അത് വിറ്റ പണം കൊടുത്ത ആൾക്കാർ പറയുന്നത്, പണം മേടിക്കാൻ വന്ന മുഖത്ത് പോലും അവർ 3 പേരും തമ്മിൽ നോക്കില്ല. ആ ഭാര്യയും മക്കളും ഇങ്ങനെ നിന്നു, പണം മേടിച്ചു, അവർ പിരിഞ്ഞു പോയി, എല്ലാം ഒപ്പിട്ടു പോയി. ആ വീടിലുണ്ടായ അവിടെ ആ വീട് പൊളിച്ചു. ആ വീട് പൊളിച്ച് പകരം ഒരു വീട് വെച്ചു. ആ വീടിലുണ്ടായ ദുരന്തം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭീകരമായ ദുരന്തം സംഭവിക്കുകയും, അങ്ങനെ ഒരു വീട്ടിൽ 3 ഒരു മനോഹരമായ ഒരു അമ്മ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചിരുന്ന ഒരു വീട്, ആ സ്ത്രീ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു വീട്, മക്കളെ വളർത്തി വലുതാക്കി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ദൈവത്തിനെ വിളിച്ചിരുന്ന വീട്, ഒരു സ്ത്രീ, അതാണ് ഒരു സ്ത്രീ വന്ന് കയറിയപ്പോൾ, അതപ്പോൾ അമ്മയ്ക്ക് പകരം ആ മൂത്ത സഹോദരൻ്റെ ഭാര്യ ഒരു നല്ല അമ്മയായിരുന്നുവെങ്കിൽ, അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ, അവരമ്മയ്ക്ക് പകരമായിട്ട് ആ കുടുംബത്തെ നോക്കിയിരുന്നെങ്കിൽ, അതവർ ചെയ്യുന്നില്ല. പകരം അവരെന്താ ചെയ്തത്? അവരാ കുടുംബം ശിഥിലമാക്കി കളഞ്ഞു, അല്ലേ? ഞാനിത് എൻ്റെ മുമ്പിലുള്ള ഓരോ ഉദാഹരണങ്ങളാണ് ഞാനീ പറയുന്നത്. ശിഥിലമാക്കി, ആ കുടുംബം മുഴുവൻ ശിഥിലമായി. അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കുകയോ അദ്ദേഹം എന്തെങ്കിലും കഴിച്ച് മരിക്കുമോ എന്ന് തന്നെ അറിഞ്ഞുകൂടാന്നാണ് ഈ പറയുന്നത്. അവസാനം ആ വീട് മേടിച്ചവർ അവിടെ വീട് വെച്ചു നശിച്ചു, നാമാവശേഷമായി. ആ കുടുംബം ഒരു പ്രകാശിച്ച് നിൽക്കുന്ന ഒരു ബൾബ് വീട് ശിഥിലമാകുന്ന പോലെ ശിഥിലമായിപ്പോയി. ഇപ്പോൾ അത് ഇരുട്ട് കയറി, കാട് കയറി, ആർക്കും താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ പണ്ടെങ്ങനെയാണോ കിടന്നത് അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് ആ വീട് കിടക്കുന്നു. അതിലേക്കൂടെ പോകുമ്പോൾ, ഇല്ലെങ്കിൽ ആ വീട് കാണുമ്പോൾ ആൾക്കാർ പറയും, പണ്ടിങ്ങനൊരു വീടുണ്ടായിരുന്നു, ആ വീടിൽ ഒരു പ്രേതബാധയുണ്ടാകുന്നുള്ള വീടിൻ്റെ അവസ്ഥയിലേക്ക് ആ വീട് പോയി. സ്വാമി അവിടെ ഒന്ന് നോക്കൂ, അവിടെ പ്രേതബാധ വല്ലതും ഉണ്ടോ നോക്കണം എന്ന് അടുത്തുള്ളവർ പറയുന്ന അവസ്ഥ. രാത്രിയാകുമ്പോൾ അവിടെ പലവിധ ശബ്ദങ്ങളും അപശബ്ദങ്ങളും ആൾക്കാർ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. സ്വാമി ഒന്ന് അവിടം വരെ പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് ആരുടെ വീടാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. നമ്മളെ ഇപ്പോൾ ആ വീടിൻ്റെ ആൾ വന്ന് ആ വീടിൻ്റെ എന്നോട് സംസാരിച്ചാൽ ആ വീടിനകത്ത് അങ്ങനെ വല്ല വിഷയമുണ്ടോ? കാരണം അവിടെ ആ മരിച്ചുപോയ ആ ഹൃദയം പൊട്ടി മരിക്കുകയോ മരണതുല്യമായത് ആദ്യത്തെ ആളല്ല, പഴയ ആൾ. കാരണം ആ വീടിനെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരാളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ മരിച്ച ആളിൻ്റെ മനോദുഃഖം, ഇല്ലെങ്കിൽ ആ മരിച്ച മാതാവിൻ്റെ, ആ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കി വീട് വെച്ച് മക്കളെ വളർത്തിയെടുത്ത് സമൂഹത്തിൽ വലിയ ആൾക്കാരായി വളർത്തി മികച്ച കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് അന്തസ്സായിട്ട് ജീവിച്ച ഒരു കാലഘട്ടം, എന്നും വസന്തത്തിൻ്റെ പൂത്തിരി കത്തി നിന്നിരുന്ന, ഇല്ലെങ്കിൽ സൗരഭ്യമുള്ള പൂക്കൾ നിന്നിരുന്ന ആ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മറന്നുപോയി. ആ കാലഘട്ടം മറന്നിട്ട് ആ വീടങ്ങോട്ട് ശിഥിലമായി നശിച്ച് ഇപ്പോൾ പ്രേതബാധയായി. രാത്രിയാവുമ്പോൾ ആ അടുത്തുള്ള വീട്ടുകാർ പറയുന്നത്, അവിടെ ഈ അടുത്ത കാലത്ത് ഇതൊന്നും വിശ്വസിക്കാത്ത കമ്മ്യൂണിസ്റ്റ് ബന്ധമുള്ള ഒരാളാണ് എന്നെ വിളിച്ചത്. സ്വാമി അവിടെ രാത്രി എന്തോ എല്ലാ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ഭയങ്കര വിഷയങ്ങളുണ്ട്, ആരും അതിനകത്ത് താമസിക്കുന്ന പോലെയുണ്ട്. പക്ഷേ കുറേ കാലമായിട്ട് അവിടെ ആരും വരാറില്ല, അവിടെ ആരും താമസിക്കാറുമില്ല. ഹൃദയത്തിൻ്റെ നടുക്ക് ഭാഗത്തുള്ള വീടാണ്. സ്വാമി ഇങ്ങനെ ഇടിയന്നയിൽ ഇങ്ങനെ പ്രേതബാധയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. എനിക്കിതൊന്നും വലിയ വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഞാനൊരു ദിവസം അതിൻ്റെ അവിടെ ഒരു മുറ്റത്തൊരാളാന്ന് ഗേറ്റിൽ നിൽക്കുന്ന പോലെ തോന്നി. ഞാൻ വണ്ടിയിൽ പാസ് ചെയ്ത ഞാനാണ്. നമ്മൾ ഇവിടെ ആൾ താമസമൊന്നുമില്ലല്ലോ, പിന്നെ ആരാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് ആ ഗേറ്റിൻ്റെ അവിടെ ഒന്ന് സ്ലോ ചെയ്തപ്പം അങ്ങനെ നോക്കി നിന്ന ആൾ, പുള്ളി പറയുന്നത് ഖദറിട്ട മുടി ഇങ്ങനെ ചീകി വെച്ച, അധികം ഹൈറ്റില്ലാത്ത. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾ കണ്ടു? ഞാനിങ്ങനെ വണ്ടി നിർത്തി ലൈറ്റ് ഹോൺ അടിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ആ പടിക്കെട്ട് കയറി പോകണം ഞാൻ കണ്ടതാണ് സ്വാമി. പക്ഷേ ആ കയറി അകത്തേക്ക് പോയി വാതിലിൻ്റെ അവിടം വരെ പോകുന്ന മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് പണ്ട് അവിടെ താമസിച്ചിരുന്ന ഇന്ന പേരുള്ള അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം രാത്രികളിൽ ഇങ്ങനെ കാറ്റ് കൊള്ളാനായിട്ട് ഈ ഗേറ്റിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു, എൻ്റെ അമ്മ പറഞ്ഞൊരു ചരിത്രമുണ്ട്, ഞാൻ കുട്ടിക്കാലത്ത് അത് കണ്ടിട്ടുണ്ട് എന്ന് ഈ ചെറുപ്പക്കാരൻ, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് വിശ്വാസമുള്ള ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു. അപ്പം ഇതൊക്കെ സത്യമില്ലേ? അപ്പം ഇത് പ്രേതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇത് കെട്ടുകഥയായിട്ട് പറയുന്നതല്ല. ആ വീടിപ്പോഴും നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്, അടച്ചു മൂടിക്കെട്ടി കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സത്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തോടും ബന്ധുക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും നമ്മളെല്ലാം ഓരോരുത്തരായിട്ട് പോകുമല്ലോ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ചിറ്റപ്പനുണ്ടായിരുന്നു, എൻ്റെ ചിറ്റപ്പൻ്റെ അനിയനുണ്ടായിരുന്നു, എൻ്റെ ഇളയ ചിറ്റപ്പനുണ്ടായിരുന്നു, മാമിമാരുണ്ടായിരുന്നു, ഇവരെല്ലാം മരിച്ചുപോയി. ഞാനിങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ ഓർക്കും. അമ്മമ്മയുണ്ടായിരുന്നു, അപ്പൂപ്പനുണ്ടായിരുന്നു, കുട്ടിക്കാലത്ത് അവിടെ കൊണ്ട് ചെയ്യുന്നവരുണ്ടായി, അവരെല്ലാം മരിച്ചുപോയി. അവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് പോയി, ഒരു ബന്ധങ്ങളും ഇല്ലാതായി, അല്ലേ? അങ്ങനെ ബന്ധങ്ങളില്ലാതെ പോയി നമ്മൾ കാലത്തിൻ്റെ വിസ്മൃതിയിലാണ്ട് മണ്ണിൽ ലയിച്ച് മണ്ണിന് വേണ്ടി വഴക്കുണ്ടാക്കി
മണ്ണിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ വലിയ വഴക്കുണ്ടാക്കുമല്ലോ, മണ്ണിന് വേണ്ടി കേസ്, കോടതി, വ്യവഹാരങ്ങൾ. അവസാനം മണ്ണിന് വേണ്ടി നമ്മൾ വഴക്കുണ്ടാക്കി മണ്ണിൽ ലയിച്ചു ചേരും. ഇതല്ലേ ഉള്ളൂ ജീവിതം. ഇത് നമ്മൾ എന്താ മനസ്സിലാക്കാത്തത്? ഒന്നും നമ്മുടേതല്ല, ഒന്നും നമ്മുടെ സ്വന്തമല്ല. ഇല്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ കട്ടിൽ ഇതെല്ലാം നിൻ്റേതായിരുന്നു എന്ന് നീ വിചാരിച്ചാൽ ഇന്നലെ ഇത് മറ്റാരുടേതോ ആയിരുന്നു. ഇന്ന് എൻ്റേതാണെന്ന് നീ വിചാരിക്കുന്നത് ഇന്നലെ മറ്റാരുടേതായിരുന്നു, നാളെ ഇത് മറ്റാരുടേതെങ്കിലും ആവുന്നു. ഒന്നും, ശരീരം ഉൾപ്പെടെ ഒന്നും നിൻ്റേതല്ല എന്നുള്ള ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യസന്ധമായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, നമുക്ക് കുറേ സമാധാനമായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ, ഒരു ഭൗതികമായിട്ടുള്ള ഭ്രമങ്ങളിലും നമ്മൾ വീഴാതിരുന്നാൽ, അന്യനോട് സ്പർദ്ധയും പകയും ഒന്നും ഉണ്ടാകാതിരുന്നാൽ, നമുക്ക് ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെ നമുക്ക് ജീവിക്കാൻ, അടിയൊഴുക്കുള്ളതല്ല, അടിയൊഴുക്കുണ്ടായാൽ മനസ്സിന് പ്രശ്നം വരും. ഒരു മാനസിക സംഘർഷങ്ങളുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഭഗവാനെ, കുട്ടികളെക്കുറിച്ച് പണ്ടൊക്കെയുള്ളവർ പറയും, മക്കളെ കണ്ടും മാമ്പൂക്കളെ കണ്ടും കൊതിക്കരുതെന്ന്. അതുപോലെ മക്കളെ നമ്മൾ കർമ്മങ്ങളനുസരിച്ച് പഠിപ്പിക്കുക. ഇപ്പം എന്നെ ഇന്ന് എത്ര അച്ഛനമ്മമാർ വിളിച്ചു, കുട്ടി പഠിക്കുന്നില്ല സ്വാമി. കുട്ടി പഠിക്കാത്ത അവന് ബുദ്ധി ഉണ്ടെങ്കിലേ അവൻ പഠിക്കുകയുള്ളൂ. ഇനി ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ അവന് പഠിക്കണമെന്നുണ്ടെങ്കിലല്ലേ പഠിക്കുകയുള്ളൂ. കുട്ടി ബുക്ക് എടുത്ത് വെച്ചിട്ട് ബൈക്ക് ഓടിക്കണം നോക്കിക്കൊണ്ടിരുന്നാൽ പഠിക്കാൻ പറ്റുമോ? ഒരു പെൺകുട്ടി, അവൾ നന്നായിട്ട് പഠിക്കും, സുന്ദരിയാണ്, അവൾ 24 മണിക്കൂറും കണ്ണാടിയുടെ മുമ്പിലാണ്. അവൾക്ക് പഠിക്കണ്ട, അവൾക്ക് സിനിമ നടിയായാൽ മതി. സ്വാമി, അവൾക്ക് സിനിമ നടി, അവളൊന്നും പഠിക്കണില്ല, അവൾ പഠിക്കണ്ട, അവൾക്ക് സിനിമ നടിയാവാൻ യോഗ്യം ഉണ്ടെങ്കിൽ ആവും. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ അങ്ങനെയല്ല സ്വാമി, അവൾക്കൊരു ജോലി വേണ്ടേ എന്ന് നിങ്ങൾ വിചാരിച്ചൊരു കാര്യമുണ്ടോ? കുട്ടി വിചാരിക്കണ്ടേ? കുട്ടിക്ക് അതിൽ താല്പര്യമില്ല. അച്ഛനമ്മമാരല്ല നമ്മൾ ഈ മാനസിക സംഘർഷപ്പെട്ടുള്ള രോഗം ഉണ്ടാക്കുന്നതിന് പകരം കുട്ടികൾക്കുള്ള വിധി എന്താണ്, ആ വിധി അനുസരിച്ച് മാത്രമേ കുട്ടികൾക്ക് ഉയരാനും പഠിക്കാനും പറ്റുമുള്ളൂ. നമുക്കൊരു വിധിയുണ്ട്. സന്താന ദുഃഖം അനുഭവിക്കാനുള്ള യോഗം നമുക്കുണ്ടെങ്കിൽ, സന്താനങ്ങളെ അനുഭവിക്കാനുള്ള യോഗം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ വാർദ്ധക്യകാലത്ത് നമ്മളെ തളർന്നു വീഴുമ്പോൾ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, ഒന്ന് താങ്ങാൻ നമുക്ക് ചെയ്യുന്ന കർമ്മങ്ങൾ അനുസരിച്ച് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരാളുണ്ടാകും. ഇനി മക്കളില്ലെങ്കിൽ തന്നെ ഈ ഒരു നമ്മളെ സ്നേഹിച്ച, ഇല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാത്ത, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയാത്ത ഒരാൾ നമ്മളെ താങ്ങും. അങ്ങനെയല്ലേ? ഇപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു അപകടം ഉണ്ടായാൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാരല്ലേ എടുത്തുകൊണ്ട് പോവുള്ളൂ, അല്ലേ? ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ എടുത്തുകൊണ്ട് ആശുപത്രിയിലാക്കും. അതൊക്കെ നന്മകൾ ചെയ്യുന്നതുകൊണ്ട്, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ രാമായണം വായിച്ചുകൊണ്ടോ ഭാഗവതം വായിച്ചതുകൊണ്ടോ ഉള്ള അമ്പലങ്ങളിൽ പോയി തൊഴുത് കൊണ്ടോ കുറേ പൂജകൾ ചെയ്തുകൊണ്ടോ ഒന്നും പരിഹാരമാവില്ല. ഇതൊന്നും പരിഹാരമാവില്ല. സത്കർമ്മങ്ങൾ ചെയ്യൂ, നല്ല മനസ്സോടുകൂടി ജീവിക്കാൻ ശ്രമിക്കൂ, മറ്റുള്ളവനോട് സ്പർദ്ധയും പകയും ഉണ്ടാകാതിരിക്കൂ, ഒരാളെ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കൂ, പൂജയായിരിക്കൂ, ആഭിചാരം ചെയ്യാതിരിക്കൂ, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഒരുത്തനെ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കാതിരിക്കുകയും ചെയ്യൂ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. നീ വേദാന്തം കേട്ടതുകൊണ്ട് കാര്യമില്ല. നിൻ്റെ മനസ്സിനെ, നീ എന്താണ്, ഞാൻ ഏത് വഴി യാത്ര ചെയ്യണം, നിൻ്റെ മനസ്സിനെ നീ തിരിച്ചറിയൂ. നിൻ്റെ മനസ്സ് ആഗ്രഹങ്ങളിൽ നിന്ന് നിൻ്റെ മനസ്സിനെ മുക്തിയാക്കൂ. നിനക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, നിനക്ക് ചിന്തിക്കാൻ പറ്റുന്ന, നിനക്ക് ചെയ്യാൻ പറ്റുന്ന, ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുന്ന അത്തരം കാര്യങ്ങളിലൂടെ നീ യാത്ര ചെയ്താൽ, ആഗ്രഹങ്ങൾ അവസാനിച്ചില്ലെങ്കിൽ പുനർജന്മങ്ങൾ എത്രയോ ഉണ്ടാകും. പുനർജന്മങ്ങൾ ഉണ്ടായി നമുക്ക് ദുരിതങ്ങളിൽപ്പെട്ടു. ഏതോ ആഗ്രഹങ്ങൾ അവസാനിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഒരിക്കലും നമുക്ക് മോക്ഷശാന്തി കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ആഗ്രഹ പൂർത്തീകരണമാണ് മോക്ഷപ്രാപ്തിക്ക് കാരണമാകുന്നത്. നമ്മൾ മൃത്യു എന്ന് പറയുന്ന, മരണം എന്ന് പറയുന്ന ശാശ്വതമായ സത്യം നമുക്ക് മുമ്പിലുണ്ടെന്നും, അത് എപ്പോഴാണ് നീ കടന്നു വന്നാലും ഞാൻ 2 കൈയും നീട്ടി നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആരെയും വേദനിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്തിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, ഞാൻ പണം പലിശയ്ക്ക് കൊടുത്തില്ല, ആരുടെ പണവും അപഹരിച്ചിട്ടില്ല, അന്യൻ്റെ ഒരു സ്വത്തും ഞാൻ സ്വന്തമാക്കിയിട്ടില്ല. ഞാൻ ഈശ്വരൻ തന്ന വഴി, ഈശ്വരൻ തെളിച്ച പ്രകാശത്തിലൂടെ നടന്നു പോയിട്ടേ ഉള്ളൂ എന്നുള്ള ചിന്തയിലൂടെ നമ്മൾ നടന്നു പോയാൽ നമുക്കൊരു പ്രശ്നവുമില്ല, അല്ലേ? അപ്പോൾ ഇന്നലത്തെ നക്ഷത്രം അനിഴമായിരുന്നു, തൃക്കേട്ട നക്ഷത്രം. മാനസിക സംഘർഷം, ദുഃഖം, മാനസിക സംഘർഷം കൊണ്ട് നിൽക്കാൻ പറ്റില്ല, മനസ്സടങ്ങൂല, ആഗ്രഹ പൂർത്തീകരണം. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തീരാത്ത ആഗ്രഹങ്ങളുടെ ഒരു അവസ്ഥയാണ് തൃക്കേട്ട നക്ഷത്രത്തിന്. അത് വളരെ കൂടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ഓണം വരുന്നു, എൻ്റെ കയ്യിൽ പണമില്ല. അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പൂർവ്വജന്മത്തിലെ ദോഷദുരിതങ്ങൾ തുടങ്ങിയിട്ട് 3 മാസവും 8 ദിവസവും കൂടെ ആയിട്ടുണ്ട്. പൂർവ്വജന്മ ദോഷങ്ങൾ വന്ന് അതിൻ്റെ കടുപ്പം, കാഠിന്യമേറിയ യാത്രയിലായിരുന്നു, അതിൻ്റെ കാഠിന്യം കൂടിയിട്ടുണ്ട്. കർക്കിടക ബലി കഴിയുമ്പോൾ ഒരു മാറ്റം വരും. അതുവരെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും പൂർവ്വജന്മ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ
കാക്കയ്ക്ക് എള്ളും ചോറും കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പൂർവ്വജന്മ പിതൃക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, കാക്കയ്ക്ക് എള്ളും ചോറും കൊടുക്കുക. പച്ചരി വൈകിട്ട് കൊടുക്കരുത്, അത് വേവിച്ച് എള്ളും ചോറൂടെ ഒരു ചിരട്ടയിൽ വെള്ളവും ചിരട്ടയോട് കൊടുത്താൽ ഈ പൂർവ്വജന്മ ദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞുകൊണ്ട് തൃക്കേട്ടയ്ക്ക് ഈ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമാസമുള്ള കാലം ഒരു വിധം വരെ കടന്നു പോകാം. ബാക്കിയുള്ള ഫലങ്ങൾ ഞാൻ നാളെ പറയാം. തൃക്കേട്ട കഴിഞ്ഞിട്ടുള്ളത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രത്തിലുള്ള ഫലം നാളെ പറയാം. കേട്ട നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കണം, വാഹനങ്ങളിൽ നിന്ന് വീഴാതെ സൂക്ഷിക്കണം, സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങളിൽ പോയി ഇടപെടരുത്, ആർക്കും വേണ്ടി ജാമ്യവും നിൽക്കരുത്. കാരണം പൂർവ്വജന്മ ദോഷത്തിൻ്റെ കാഠിന്യം കൂടിയിട്ടുണ്ട്. അത് ഈ കർക്കിടകം ഈ ബലികർമ്മം വരെ അതിൻ്റെ കാഠിന്യം നിൽക്കുന്നതാണ്. ഞാനിനി കുറയ്ക്കുമ്പോൾ അത്രയും കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ പറയാം. ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.